എൻട്രി ആപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളുണ്ട് നമ്മൾ ഈ സിലബസിൻ്റെ ഇംഗ്ലീഷ് സിലബസിൻ്റെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ഗ്രാമർ പാർട്ടിലെ ടോപ്പിക്സ് അല്ലേ, നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളതിൻ്റെ ബേസിക്സ് കണ്ടു, അതുപോലെ ചോദിക്കുന്ന ടൈപ്പ് നമ്മൾ പഠിച്ചിരിക്കേണ്ട കോൺസെപ്റ്റ്സ് അടക്കം നമ്മൾ എക്സാമ്പിൾസ് എല്ലാം കൂടിയിട്ട് നമ്മൾ ഗ്രാമർ പാർട്ടിൽ റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഗ്രാമർ പാർട്ട്. അത് കഴിഞ്ഞിട്ട് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത് അല്ലേ? സിനോണിംസ്, ആൻറ്റണിംസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വൊക്കാബുലറി പാർട്ടിൽ മെയിൻ ആയിട്ടുള്ള ഭാഗം നമ്മൾ കണ്ടു. അതുപോലെ ഫ്രേസൽ വേർബ്സും വൊക്കാബുലറി പറയുന്ന അകപ്പെടുന്നൊരു ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ അതുപോലെ വൊക്കാബുലറിയും കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടെ ടോപ്പിക്സ് എന്നല്ല, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇപ്പം ജംബിൾഡ് സെൻറ്റൻസ്, അതുപോലെ ക്ലോസ് ടെസ്റ്റ്, ഈ പറയുന്ന രണ്ട് ഏരിയയും കൂടെ നമുക്കുണ്ട്. പിന്നെ സ്പെല്ലിംഗ് കറക്ഷൻ എന്നൊരു ഏരിയ ഉണ്ട്. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമുക്ക് കവർ ചെയ്യാം. അതിനാണ് ഇപ്പോൾ നമ്മൾ ടോപ്പിക്സ് കവർ ചെയ്തതിനാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ വർഷങ്ങളായിട്ട് വെച്ച് കഴിഞ്ഞ SSC ഏത് എക്സാം ആണെങ്കിലും ഇപ്പം CGL തൊട്ട് ഇപ്പോൾ GD കോൺസ്റ്റബിൾ വരെ എല്ലാത്തിൻ്റെയും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പോൾ CGL CHSL നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് പാസീവ് വോയിസ്, അതുപോലെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ടോപ്പിക് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ടോപ്പിക്സും ഇപ്പോൾ ഈ GD കോൺസ്റ്റബിളിലെല്ലാം ഈ എക്സാമിലെ എല്ലാ ടോപ്പിക്സും CGLും CHSL ഉണ്ട്. അപ്പോൾ SSC നടത്തിയ മുൻ വർഷങ്ങളിൽ നടത്തിയ പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സെയിം പാറ്റേൺ ആണ്, ഒരു വ്യത്യാസമില്ല അതിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സെറ്റാണ് ഇന്ന്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്പോട്ട് ദി എറർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റ് 1ലും 2ലും നമ്മൾ അല്ലെങ്കിൽ കുറച്ച് സെഷൻസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പോട്ട് ദി എറർ എന്ന് പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പലതവണ അത് കണ്ടതാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കൂടുതലായിട്ട് നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്തിൽ വരിക, ഗ്രാമർ പാർട്ടിൽ വരിക. ഒന്നുകിൽ സ്പോട്ട് ദി എറർ വരും, അതുപോലെ ഫ്രേസ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയും. ഒരു സെൻറ്റൻസിൽ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാകും. അത് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. കറക്റ്റായിട്ടുള്ള വേർഡ്സ്, കറക്റ്റായിട്ടുള്ള ഫ്രേസ് അവിടെ കൊടുക്കണം. അപ്പോൾ സെൻറ്റൻസ് കറക്റ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ അതാണ് ചെയ്യേണ്ടത്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ സ്പോട്ട് ദി എറർ. അപ്പോൾ സ്പോട്ട് ദി എററിൽ ഒരുപാട് എല്ലാ ടോപ്പിക്കും വരും. നമ്മൾ പഠിച്ച പ്രപ്പോസിഷൻ ആണെങ്കിലും കൺജങ്ഷൻ ആണെങ്കിലും ഏത് ടോപ്പിക് ആണെങ്കിലും നമ്മൾ പഠിച്ച ആ ടോപ്പിക് അനുസരിച്ചിട്ട് ഈ സ്പോട്ട് ദി എറർ നമ്മളിപ്പോൾ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വി ഹാഡ് ടു ഡിക്ലൈൻ സെവറൽ ഓർഡേഴ്സ് ഇൻ കേസ് ദാറ്റ് ദ പ്രൊഡക്ഷൻ വാസ് ഹെൽഡ് അപ്പ് ഡ്യൂ ടു ലേബർ സ്ട്രൈക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത്? സെവറൽ ഓർഡേഴ്സ്, പല ഓർഡേഴ്സും നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു, ഡിക്ലൈൻ ചെയ്യേണ്ടി വന്നു. ഡിക്ലൈൻ വെച്ചാൽ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അല്ലേ, അല്ലെങ്കിൽ ക്യാൻസൽ അല്ല, ഒഴിവാക്കേണ്ടി വന്നു, ഡിക്ലൈൻ ചെയ്യേണ്ടി വന്നു. ഏറ്റെടുത്തിട്ടില്ല, ഓർഡേഴ്സ് വന്നപ്പോൾ തന്നെ എടുത്തിട്ടില്ല. ഓക്കെ, നോ പറഞ്ഞു. എന്താണ് കാരണം? എന്താണ്? പ്രൊഡക്ഷൻ വാസ് ഹെൽഡ് അപ്പ് ഡ്യൂ ടു ലേബർ സ്ട്രൈക്ക് കാരണം പ്രൊഡക്ഷൻ, ഈ ഹെൽഡ് അപ്പ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടി വന്നു. അപ്പോൾ വാസ് എന്നാണ് പറയുന്നത്, ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ ഇവിടെ എന്താണ് ആ അർത്ഥം? എന്താണ്? ലേബർ സ്ട്രൈക്ക് കാരണം പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടി വന്നതിനാൽ സെവറൽ ഓർഡേഴ്സ്, ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് ഡിക്ലൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇൻ കേസ് ദാറ്റ് അല്ല, അവിടെ ബിക്കോസ് ആണ് പറഞ്ഞിട്ട്. ബിക്കോസ്, ഇൻ കേസ് എന്നല്ല. ഇൻ കേസ് എന്താണ് പറയുക? ഇൻ കേസ് ഇങ്ങനെ സംഭവിച്ചാൽ അല്ലേ, ഇൻ കേസ് ദ പ്രൊഡക്ഷൻ ഹോൾഡ്സ് അപ്പ് അല്ലേ, പ്രൊഡക്ഷൻ ഹോൾഡ്സ് അപ്പ് അല്ലേ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ക്യാൻസൽസ് അല്ലേ, അങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. ഇൻ കേസ് ദിസ് ഹാപ്പൻസ്, നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ള ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നൊരു കാര്യമാണ്. ഇവിടെ എന്താണ്? ഇവിടെ പ്രൊഡക്ഷൻ വാസ് ഹെൽഡ് അപ്പ് ഡ്യൂ ടു ലേബർ സ്ട്രൈക്ക്, അവിടെ പാസ്റ്റ് ടെൻസിലാണ്, കഴിഞ്ഞൊരു കാര്യമാണ്. ലേബർ സ്ട്രൈക്ക് കാരണം പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടി വന്നു, അതിനാലാണ് നമുക്ക് ഇങ്ങനെ വി ഹാഡ് ടു ഡിക്ലൈൻ സെവറൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റൻസിലെ ടെൻസ് ശ്രദ്ധിച്ചിട്ട് അത് ഇപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തും. അപ്പോൾ ഇൻ കേസ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ബിക്കോസ് ആണ്, അത് കാരണം ഇത് സംഭവിച്ചു അല്ലേ, പ്രൊഡക്ഷൻ ഹെൽഡ് അപ്പ് ആയതുകൊണ്ട് സെവറൽ ഓർഡേഴ്സ് ഡിക്ലൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബിക്കോസ് ആണ് വരേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇൻ കേസ്. അപ്പോൾ പറയുന്ന പോലെ സ്പോട്ട് ദി എറർ എന്ന് പറയുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് എന്നിട്ട് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം അവിടെ എന്താണ് വരേണ്ടതെന്ന്. ഓക്കെ, അടുത്ത് സൈക്ലോൺ ഇഡായി killed at least 157 people
in Zimbabwe and Mozambique, although it tore across southern Africa. അപ്പോൾ സൈക്ലോണിനെ കുറിച്ചാണ് പറയുന്നത്. സൈക്ലോൺ ആണ് സബ്ജക്റ്റ്, കിൽഡ് എന്ന് പറയുന്ന വേർബ് അല്ലേ. അറ്റ്ലീസ്റ്റ് 157 പീപ്പിൾ അതാണ് ഓബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഇൻ സിംബാബ്വെ ആൻഡ് മൊസാംബിക് എന്ന് പറയുന്നുണ്ട്. ഓൾദോ ഇറ്റ് ടോർ അക്രോസ് സദേൺ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി പറയുന്നത് ഇറ്റ് ടോർ അക്രോസ് സദേൺ ആഫ്രിക്ക. സദേൺ ആഫ്രിക്ക മുഴുവനായിട്ടത് നശിപ്പിച്ചു എന്നൊരു മീനിങ് ആണ് ടോർ അക്രോസ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഇവിടെ ഓൾദോ എന്ന് പറയുന്നൊരു വാക്ക് അവിടെ കണക്ടർ ഉപയോഗിക്കുന്നത് തെറ്റായിട്ടാണ്. കാരണം എന്താണ്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇറ്റ് ടോർ അക്രോസ് സദേൺ ആഫ്രിക്ക. സദേൺ ആഫ്രിക്ക മുഴുവനായിട്ട് നശിപ്പിക്കപ്പെട്ടെങ്കിലും സിംബാബ്വെ മൊസാംബിക്ക് അറ്റ്ലീസ്റ്റ് 157 പീപ്പിൾ 157 പീപ്പിൾ ആളുകൾ മരിച്ചു അല്ലേ. അല്ലെങ്കിൽ ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മീനിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ സദേൺ ആഫ്രിക്കയിൽ ഇങ്ങനെ എന്താണ് അവിടെ മുഴുവൻ നാശം വിതച്ചിട്ടും ഇങ്ങനെ സംഭവിച്ചു എന്നൊരു അർത്ഥമല്ല. അവിടെ ഒരു കംപ്ലീറ്റ് ഒരു മീനിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ എന്താണ്, ഓൾദോന് പകരം നമുക്ക് ആസ് എന്ന് പറയണം. ഓൾദോ അല്ല വേണ്ടത്, ആസ് ആണ്. സൈക്ലോൺ ഇടയ്ക്കുള്ള അറ്റ്ലീസ്റ്റ് 157 പീപ്പിൾ ഇൻ സിംബാബ്വെ ആൻഡ് മൊസാംബിക് ആസ് ഇറ്റ് ടോർ അക്രോസ് സദേൺ ആഫ്രിക്ക. സദേൺ ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് ഈ സിംബാബ്വെയും മൊസാംബിക്കൊക്കെ സദേൺ ആഫ്രിക്കയിൽ പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ സദേൺ ആഫ്രിക്ക മുഴുവനായിട്ട് നാശം വിതച്ചു എന്ന് പറയാണ്. അപ്പോൾ സിംബാബ്വേയിലും മൊസാംബിക്കിലും ഇങ്ങനെ സംഭവിച്ചു. ആസ് ഇറ്റ് ടോർ അക്രോസ്, ഒരു ജനറലായിട്ട് ടോട്ടാലിറ്റി ആയിട്ട് പറയുകയാണ്. ആസ് ഇറ്റ് ടോർ അക്രോസ് ദ സദേൺ ആഫ്രിക്ക. ഓക്കെ, സദേൺ ആഫ്രിക്കയിൽ പെടുന്നതാണ് സിംബാബ്വെ മൊസാംബിക്കും. ഓക്കെ, ഇപ്പോൾ ഓൾദോ അല്ല, ഓൾദോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്നിരുന്നാലും എന്നൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഓൾദോ പറയുമ്പോൾ ഓപ്ഷൻ സിയിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. മിസ്റ്റേക്കുള്ള ഭാഗം പറയാണ് വേണ്ടത് നമുക്ക്. പക്ഷേ അതിനെ ഗ്രാമർ പാർട്ട് അറിയേണ്ടതുകൊണ്ട് നമ്മൾ എന്താണ് അത് ഇമ്പ്രൂവ് ചെയ്യുന്നത്, എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് പഠിക്കണം. അപ്പോൾ ആസ് ആണ് ഇവിടെ ഓൾദോന് പകരം യൂസ് ചെയ്യേണ്ടത്. അടുത്തത്, ഷീ ഗോട്ട് 2 ക്വിക്ക് പ്രൊമോഷൻസ് ഇൻ ഓർഡർ ദാറ്റ് ഷീ ഹാസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, അപ്പോൾ ഷീ ഗോട്ട് 2 ക്വിക്ക് പ്രൊമോഷൻ, 2 എന്താണ് പെട്ടെന്നുള്ള പ്രൊമോഷൻസ് കിട്ടി ഗോട്ട് അല്ലേ. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് ടെൻസിനാണ് സെൻറ്റൻസിലുള്ളത്. 2 പ്രൊമോഷൻ കിട്ടി. പിന്നെന്താണ്, ഷീ ഹാസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആശയവിനിമയത്തിനുള്ള കഴിവ് നല്ല ഉള്ളതുകൊണ്ട്, സ്കിൽസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് 2 പ്രൊമോഷൻ കിട്ടി. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് രണ്ടാമത്തത് കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഇൻ ഓർഡർ ദാറ്റ് അല്ല വരേണ്ടത്. എന്താ വരേണ്ടത്, ബിക്കോസ് എന്ന് വരേണ്ടത് അല്ലേ. ബിക്കോസ് ഷീ ഹാസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയാം. ഷീ ഗോട്ട് 2 ക്വിക്ക് പ്രൊമോഷൻസ് ബിക്കോസ് ഷീ ഹാസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളതുകൊണ്ട് 2 ക്വിക്കായിട്ടുള്ള 2 പ്രൊമോഷൻ കിട്ടി എന്നാണ് പറയുന്നത്. ഇൻ ഓർഡർ ദാറ്റ് അല്ല. ഓക്കെ, ഓപ്ഷൻ സി. അടുത്ത്, ഡ്യൂ ടു ദ സൈക്ലോൺ ഇഡായി വാസ്റ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് ഹാവ് ബീൻ ഫ്ലഡഡ്, റോഡ്സ് ഡിസ്ട്രോയിഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡിസ്റപ്റ്റിംഗ് ഇൻ സിംബാബ്വെ മൊസാംബിക്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും സെൻറ്റൻസിൻ്റെ ടെൻസ് ശ്രദ്ധിക്കുക. ഡ്യൂ ടു ദ സൈക്ലോൺ ഇഡായി, ഓക്കെ, വാസ്റ്റ് ഏരിയാസ് ഹാവ് ബീൻ ഫ്ലഡഡ്. കറക്റ്റ് ആണല്ലേ. വാസ്റ്റ് ഏരിയാസ് പറയുമ്പോൾ അത് പ്ലൂറലാണ്. അപ്പോൾ ഹാവ് തന്നെ വരണം. ഹാവ് ബീൻ ഫ്ലഡഡ്. ഓക്കെ, ഹാവ് ബീൻ ഫ്ലഡഡ് ഏതാണ് ടെൻസ്, ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ. ഹാവ് ബീൻ ഫ്ലഡഡ്. റോഡ്സ് ഡിസ്ട്രോയിഡ്. ഓക്കെ, പക്ഷേ അവിടെ എന്താണ്, കമ്മ്യൂണിക്കേഷൻസ് ഡിസ്റപ്റ്റിംഗ് അല്ല. ഡിസ്റപ്റ്റിംഗ് എന്നാൽ എന്താണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണല്ലേ. പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ എന്താണ് അവിടെ, പ്രോഗ്രസീവ് ടെൻസ് ആണ്. ING ഫോം ഉപയോഗിച്ച് പറയേണ്ടതല്ല, അവിടെ പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്. ഇത് ഇങ്ങനെ സൈക്ലോൺ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് പറയുന്നതെങ്കിലും അവിടെ കഴിഞ്ഞു പോയൊരു കാര്യമാണ് അല്ലേ. ഹാവ് ബീൻ ഫ്ലഡ് എന്ന് പറയുമ്പോൾ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്താണ്, അവിടെ എന്തായാലും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലും എവിടെക്കുറിച്ചാണ് പറയുന്നത്, ഈ വാസ്റ്റ് ഏരിയാസ് ഹാവ് ബീൻ ഫ്ലഡഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഹാവ് ബീൻ ഉപയോഗിച്ചിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ എന്താണ്, അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലും അവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ റോഡ്സ് ഡിസ്ട്രോയിഡ് എന്ന് പറയുമ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് ആണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡിസ്റപ്റ്റഡ് ആണ്, ഡിസ്റപ്റ്റിംഗ് അല്ല. ING ഫോം ഉപയോഗിച്ചിട്ട് പറയരുത്, ഡിസ്റപ്റ്റഡ് ആണ്. കമ്മ്യൂണിക്കേഷൻസ് ഡിസ്റപ്റ്റഡ് ഇൻ സിംബാബ്വെ മൊസാംബിക് അല്ലേ. 4 ഇതാണ് ഓപ്ഷൻ ബി. കമ്മ്യൂണിക്കേഷൻ ഡിസ്റപ്റ്റിംഗ് അല്ല, ഡിസ്റപ്റ്റഡ് ആണ്. പാസ്റ്റ് ടെൻസ് വേണം. അപ്പോൾ ടെൻസ് ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 5ാമത്തെ, ടൊറൻഷ്യൽ റെയിൻസ്. ടൊറൻഷ്യൽ റെയിൻസ് പറഞ്ഞാൽ എന്താണ്, അതിമാരകമായിട്ടുള്ള റെയിൻസ് ആണ്. ടോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മീനിങ് ആണ്. ടോറൻറ്റ്, TORRENT എന്ന് പറഞ്ഞാൽ നാശം വിതയ്ക്കുന്ന രീതിയിലുള്ള മഴ അല്ലേ. ടൊറൻഷ്യൽ റെയിൻസ് ആൻഡ് വിൻഡ്സ് ഓഫ് അപ് ടു 170 km/h സ്വെപ്റ്റ് അവേ. സ്വീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സ്വെപ്റ്റ് അവേ
റോഡ്സ്, ഹോംസ് ആൻഡ് ബ്രിഡ്ജസ്. അപ്പോൾ അവിടെ സ്വെപ്റ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും എന്താണ്, പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നോക്കിംഗ് ഡൗൺ പറ്റില്ല. നോക്ക് ഡൗൺ പവർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. നോക്കിംഗ് ഡൗൺ അല്ല, നോക്ക്ഡ് ഡൗൺ ആണ് വേണ്ടത്. നോക്ക്ഡ് ഡൗൺ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ ചോദിക്കുക എക്സാമിനൊക്കെ. ഓക്കെ, ഓപ്ഷൻ എ. ഷീ ലോസ്റ്റ് എ ബിഗ് ഓർഡർ ഫ്രം എ നോൺ ഷോറൂം ഇൻ കേസ് ഓഫ് ഹർ ഓൺ കെയർലെസ്നെസ്. അപ്പോൾ വീണ്ടും എന്താണ്, ഒന്നാമത്തെ ഒരു ബിഗ് ഓർഡർ, ഒരു നോൺ ഷോറൂമിൽ നിന്ന് ഒരു ബിഗ് ഓർഡർ ലൂസ് ചെയ്തു അല്ലെങ്കിൽ ലോസ്റ്റ് ആയി അല്ലേ. ലോസ്റ്റ് ഒന്നാമത്തെ കാര്യം. കാരണം എന്താണ്, ഓഫ് ഹർ ഓൺ കെയർലെസ്നെസ് അല്ലേ. കെയർലെസ്നെസ് കാരണം, ശ്രദ്ധയില്ലായ്മ കാരണം ഒരു വലിയൊരു ഓർഡർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻ കേസ് ഓഫ് അല്ല, ബിക്കോസ്. ഇൻ കേസ് എപ്പോഴാണ് നമുക്ക് പരിചയമുള്ളൊരു വാക്കാണ് ഇൻ കേസ് എപ്പോഴാണ് ഉപയോഗിക്കുക, ഇൻ കേസ് ഇങ്ങനെ സംഭവിച്ചാൽ അല്ല, ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാൽ എന്ന് പറയുന്നൊരു അങ്ങനെ ഒരു മീനിങ് ആണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ മീനിങ് ആണ് ഇൻ കേസ് പറയുക. ഇവിടെ ബിക്കോസ് ആണ്. Because of her own carelessness. She lost a big order from a known showroom because of her own carelessness. Okay, in case option A. Every employee of the company were given a 2-bedroom flat as Diwali bonus. എന്താണ്, കമ്പനിയിലെ ഓരോ എംപ്ലോയിനും എന്ത് കൊടുത്തു, ഒരു 2-bedroom ഫ്ലാറ്റ് കൊടുത്തു ദീപാവലി ബോണസ് ആയിട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എവറി എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് വരുന്നത്, ഏതൊക്കെയാണ്? ഇപ്പോൾ എവ്രി വൺ, സംവൺ അല്ലേ, സംവൺ, എനിവൺ, സംബടി, എനിബഡി, ഇതൊക്കെ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്, അതെപ്പോഴും സിംഗിളറായിരിക്കും. സിംഗിളറായിട്ടേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വേർബും സിംഗിളറായിരിക്കണം. സോ എവറി എംപ്ലോയി എന്ന് പറയുന്നത് സിംഗിളറാണ്. വെയർ ഗിവൺ അല്ല, വാസ് ഗിവൺ വേണം. വാസ് ഗിവൺ. ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസിൻ്റെ നമ്മൾ സെഷൻ നമ്മൾ പഠിച്ചതാണ്. സെഷനിൽ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് ആയിട്ടുള്ള ഇത് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അതെപ്പോഴും സിംഗിളായിട്ട് യൂസ് ചെയ്യണം, കൺസിഡർ ചെയ്യണം. സിംഗുലർ വേർബ്സെ യൂസ് ചെയ്യാൻ പോകണം. അതിൻ്റെ കൂടെ വേറല്ല, വാസ് ആണ് വരേണ്ടത്. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്തത് സൈക്ലോൺ ഇഡായി ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ട്രോപ്പിക്കൽ സൈക്ലോൺ ഓൺ റെക്കോർഡ് ടു എഫക്ട് ആഫ്രിക്ക ആൻഡ് ദ സദേൺ ഹെമിസ്ഫിയർ ആസ് എ ഹോൾ. സൈക്ലോൺ ഇഡായി ആണ് പറയുന്നത്. ഓക്കെ, ഇസ് റിഗാർഡഡ്, അതിൻ്റെ കൂടെ നമുക്ക് ആസ് യൂസ് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. റിഗാർഡഡ് ആസ്. പക്ഷേ ഇവിടെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ല. വൺ ഓഫ് ദ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഇങ്ങനെ ഒരു പ്രയോഗം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത്തരം ഇതുപോലുള്ള സംഭവങ്ങളിൽ, കാര്യങ്ങളിൽ ഒന്നാണ്, ഏറ്റവും ഇങ്ങനത്തെ വേഴ്സ്റ്റ് ട്രോപ്പിക്കൽ സൈക്ലോണുകളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. ഏറ്റവും വേഴ്സ്റ്റ് ട്രോപ്പിക്കൽ സൈക്ലോണുകളിൽ ഒന്നാണ് സൈക്ലോൺ ഇഡായി എന്നാണ്. അപ്പോൾ സൈക്ലോണുകൾ. ഓക്കെ, അപ്പോൾ സൈക്ലോണുകൾ എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്താണ്, പ്ലൂറലാണ്. വേഴ്സ്റ്റ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആയിരിക്കണം. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദ വേൾഡ് എന്ന് പറയാം. ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദ വേൾഡ്. ഇന്നത്തെ ഏറ്റവും നല്ല കളിക്കാരിൽ ഒരാളാണ്. അപ്പോൾ കളിക്കാരിൽ ഒരാൾ എന്ന് പറയുന്ന മീനിങ് ആകുമ്പോൾ ബെസ്റ്റ് പ്ലെയേഴ്സ് വേണം. അതുപോലെ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് വേണം. സൈക്ലോൺ അല്ല, അതിൽ സൈക്ലോൺസിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സൈക്ലോൺ ഇഡായിനെ. ഓക്കെ, ഓൺ റെക്കോർഡ് ടു എഫക്റ്റ് കറക്റ്റാണ്. എഫക്റ്റും ഇഫക്റ്റും നമുക്കറിയാം. ഇവിടെ EFFECT എന്ന് പറയുന്നത് ഇഫക്റ്റ്, എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാധിക്കുക. AFFECT ബാധിക്കുക അല്ലേ, ബാധിക്കുക എന്നൊരു മീനിങ് ആണ്. EFFECT പറഞ്ഞാൽ വേർബ് ഫോം എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കുക, ഇഫക്റ്റ് ചെയ്യുക. ഇഫക്റ്റ് സം പ്രോസസ്സ്, ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ, ഒരു പ്രോസസ്സ് അത് നടപ്പിലാക്കുക എന്നൊരു മീനിങ് ആണ് ഇഫക്റ്റ്. ടു ഇഫക്റ്റ് മീൻസ് ടു ഇഫക്റ്റ് മീൻസ് ടു ഡു സംതിങ് അല്ലേ, ടു മേക്ക് സം പ്രോസസ് ഹാപ്പൻ. ടു മേക്ക് സംതിങ് ഹാപ്പൻ എന്നാണ് ഇഫക്റ്റ്, EFFECTയുടെ വേർബ് ഫോം. അത് നൗൺ ഫോം എങ്ങനെയാണ്? നൗൺ ഫോം എന്ന് പറഞ്ഞാൽ പ്രത്യാഘാതം അല്ലേ, പ്രത്യാഘാതം, കോൺസിക്വൻസ് എന്നൊരു മീനിങ് ആണ് EFFECTയുടെ നൗൺ ഫോമിന് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഓപ്ഷൻ? ഓൺ റെക്കോർഡ് ഓപ്ഷൻ ബി അല്ലേ, ദ വേഴ്സ്റ്റ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് വൺ. ദ സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് സതീഷ് മുഞ്ചാൽ ഹാസ് ബീൻ പെയിൻറ്റിംഗ് ദിസ് വാൾ സിൻസ് ദ പാസ്റ്റ് 1 വീക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിൻസിൻ്റെയും ഫോറിൻ്റെയും യൂസ് ചെയ്യും അല്ലേ. ദ പാസ്റ്റ് 1 വീക്ക് എന്ന് പറയുമ്പോൾ ഒരു ടൈം ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ടൈം ഫ്രെയിം ഒരു ടൈം പീരിയഡാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ 4 ആണ് പറയേണ്ടത് അല്ലേ. ഫോർ ദിസ് ടൈം, ഫോർ 1 വീക്ക്, 1 വീക്കായിട്ട്
പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുമ്പോൾ പാസ്റ്റിൽ ഒരു കാര്യം തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യം പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്, അതോടെ ഓക്കെ. പക്ഷേ ഇവിടെ പാസ്റ്റ് 1 വീക്ക് എന്ന് പറയുന്ന ഒരു കൃത്യമായൊരു സമയമാണ് പറയുന്നത്, ഒരു പീരിയഡ് ആണ് പറയുന്നത്. ഇത്രയും സമയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ 4 ആണ് വേണ്ടത്. സിൻസ് എപ്പോഴാണ് യൂസ് ചെയ്യണമെന്ന് നമുക്കറിയാം. സിൻസ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം തൊട്ട് എന്ന് പറയുമ്പോൾ സിൻസ് 2015, സിൻസ് 10 AM 10 മണി തൊട്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സിൻസ് യൂസ് ചെയ്യുക. ഇന്ന ഒരു കാലഘട്ടം എന്നല്ല, ഇന്നൊരു ടൈം പീരിയഡ് പറയുമ്പോൾ എപ്പോഴും 4 ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ ഡി. I know the cobbler which mends the shoes outside the gate of a colony. I know the cobbler which mends the shoes outside the gate of a colony. എന്താ ഉദ്ദേശിക്കുന്നത്? കോബ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെരുപ്പ് നന്നാക്കുന്ന ചെരുപ്പ് കുത്തി എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ മെൻസ് ദ ഷൂസ് അല്ലേ, ഷൂസ് നന്നാക്കുന്ന കോബ്ലറിനെ എനിക്കറിയാം. ഏതാണ്? ഔട്ട്സൈഡ് ദ ഗേറ്റ് ഓഫ് എ കോളനി. ഔട്ട്സൈഡ് ദ ഗേറ്റ് ഓഫ് എ കോളനി ഉള്ള കോബ്ലറിനെ എനിക്കറിയാവുന്നതാണ്. പക്ഷേ കോബ്ലർ വിച്ച് മെൻസ് ദ ഷൂസ് അല്ല. വിച്ച് നമ്മൾ എന്താ പറയുക, നമ്മൾ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് വിച്ച് യൂസ് ചെയ്യുക. ഇവിടെ കോബ്ലർ എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്, ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്, വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വിച്ച് അല്ല ഹൂ അല്ലേ. ഐ നോ ദ കോബ്ലർ ഹൂ മെൻസ് ദ ഷൂസ് ഔട്ട്സൈഡ് ദ ഗേറ്റ് ഓഫ് എ കോളനി. ഓപ്ഷൻ സി, വിച്ച് മെൻസ് അല്ല, ഹൂ മെൻസ്. ഓക്കെ. അടുത്ത്, വി വിൽ റെസ്റ്റ് ഫോർ സം ടൈം വെൻ വി വിൽ റീച്ച് ദ ടോപ്പ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചർ ടെൻസിൽ നടക്കുന്ന കാര്യമാണല്ലേ. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നടക്കുന്ന കാര്യത്തിനെ ഫസ്റ്റിലെ ഓർഡറിൽ ഫസ്റ്റ് നടക്കുന്ന കാര്യത്തിനെ പ്രസൻറ്റ് ടെൻസിലും രണ്ടാമത് നടക്കുന്ന കാര്യത്തിനെ ഫ്യൂച്ചർ ടെൻസിലോ പറയാം. ഇവിടെ എന്താണ്, നമ്മൾ ടോപ്പിൽ എത്തിയാൽ അല്ലെങ്കിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പിൽ എത്തുക എന്ന് പറയുന്ന ആക്ഷനാണ് ആദ്യം നടക്കുന്നത്, അതിന് ശേഷമാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റെസ്റ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി രണ്ടാമത് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ത് വേണം, ഈ പറയുന്ന സാധനം ഒന്നാമത്തെ ആക്ടിവിറ്റി ഷുഡ് ബി ഇൻ പ്രസൻറ്റ് ടെൻസ്, രണ്ടാമത്തത് ഫ്യൂച്ചർ ടെൻസ് ആണ്. കറക്റ്റാണ്. വി വിൽ റെസ്റ്റ് ഫോർ സം ടൈം, അത് കറക്റ്റാണ്, ഫ്യൂച്ചർ ടെൻസ് ആണ്. പക്ഷേ ഇവിടെ വെൻ വി വിൽ വേണ്ട, വില്ലോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ഫ്യൂച്ചർ ടെൻസ് ആയി പോകും. നമുക്ക് എന്ത് വേണം, അത് പ്രസൻറ്റ് ടെൻസ് ആണ്. വെൻ വി റീച്ച് ദ ടോപ്പ് പറ്റി വില്ല് കട്ട് ചെയ്താൽ നമുക്കിവിടെ ആൻസർ ആയി. വെൻ വി വിൽ ഉണ്ട്, വി വിൽ റെസ്റ്റ് ഫോർ സം ടൈം വെൻ വി റീച്ച് ദ ടോപ്പ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഫ്യൂച്ചറിൽ 2 കാര്യങ്ങൾ നടക്കാൻ പറയുന്ന 2 ആക്ടിവിറ്റിയെക്കുറിച്ച് പറയുകയാണ്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ആക്ടിവിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഓർഡറിൽ ഫസ്റ്റ് നടക്കുന്ന കാര്യം പ്രസൻറ്റ് ടെൻസിലും രണ്ടാമത്തെ കാര്യം ഫ്യൂച്ചർ ടെൻസിലും ആയിരിക്കണം പറയേണ്ടത്. ഓക്കെ, ഓപ്ഷൻ ബി. ദ റിവർ യമുന ഹാസ് മെനി നോൺ നേറ്റീവ് സ്പീഷീസ് ലൈക്ക് ഗോൾഡ് ഫിഷ് ദാറ്റ് ഇസ് എഫക്റ്റിംഗ് ഇറ്റ്സ് ഇക്കോസിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ഒരു ഇഷ്യൂ ആണ്. നോൺ നേറ്റീവ് സ്പീഷീസ് എന്ന് പറയുന്നത് ആണ് ഇവിടെ നമ്മൾ ഈ ഒരു നൗണുമായിട്ടാണ് ഈ വേർബ് എഗ്രി ചെയ്യേണ്ടത്. ഇവിടെ ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആകാൻ കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് ഫിഷ് അല്ല ആക്ച്വലി ഇവിടെ സബ്ജക്റ്റ് അല്ലേ, ഗോൾഡ് ഫിഷുമായിട്ടല്ല ഇവിടെ എഗ്രി ചെയ്യേണ്ടത്. എന്തായിട്ട് എഗ്രി ചെയ്യേണ്ടത്, നോൺ നേറ്റീവ് സ്പീഷീസ്. അപ്പം റിവർ യമുന അത് സിംഗിളറാണ്. ഹാസ് മെനി നോൺ നേറ്റീവ് സ്പീഷീസ്. ഓക്കെ, ഗോൾഡ് ഫിഷ് പോലെയുള്ള ഒരുപാട് നോൺ നേറ്റീവ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, മെനി. അപ്പം മെനി എന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണത്, അത് കൗണ്ടബിൾ ആണ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ് അല്ലേ. സ്പീഷീസ് എന്തായാലും കൗണ്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ നോൺ നേറ്റീവ് സ്പീഷീസുകൾ അപ്പോൾ എന്ത് വേണം, ഇസ് അല്ല 6 വരണം. പ്ലൂറലാണ്, പ്ലൂറൽ ആയതുകൊണ്ട് 6 വേണം. The river Yamuna has many non-native species like goldfish that are affecting its ecosystem. Okay, അപ്പോൾ ഇവിടെ എന്താണ്, ഓപ്ഷൻ സി ആർ റൈറ്റ് ആൻസർ. Lodi colony in Delhi is very different from other places in the city that is crowded and noisy. Lodi colony in Delhi is very different from other places in the city that is crowded and noisy. Okay, അപ്പോൾ ലോധി കോളനി ഇസ് വെരി ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ഫ്രം എന്ന് പറയാം, അത് കറക്റ്റാണ്. അതിൻ്റെ പ്രപ്പോസിഷൻ യൂസ് കറക്റ്റാണ്. ലോധി കോളനി സിംഗിളറാണ്, ഇസും കറക്റ്റാണ്. ഫ്രം അതർ പ്ലേസസ് ഇൻ ദ സിറ്റി, അവിടെ ദാറ്റ് ഇസ് ക്രൗഡഡ്. ഇവിടെ എന്താണ്, ഇവിടെ അതർ പ്ലേസസ് അല്ലേ, അതർ പ്ലേസസ് ഇൻ ദ സിറ്റി ആണ് ഇവിടെ ആക്ച്വലി ദാറ്റിൻ്റെ എന്ത് വരുന്നത്, ദാറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊണൗണിൻ്റെ ആൻറ്റിസിഡൻറ്റ് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൻറ്റിസിഡൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ആൻറ്റിസിഡൻറ്റ്. ഓക്കെ, ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഈ റിലേറ്റീവ് പ്രോണൗൺ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ സെൻറ്റൻസ് നിലകൊള്ളുന്നത് അല്ലേ, ഏത് നൗണിന് പകരമാണോ നൗണിനാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതർ പ്ലേസസ് ഇൻ ദ സിറ്റി എന്ന് പറയുന്ന ആ ഒരു നൗണിന് വേണ്ടിയിട്ടാണ്, നൗണല്ല ആ ഫ്രേസിന് വേണ്ടിയിട്ടാണ് ഈ റിലേറ്റീവ് പ്രോണൗൺ ദാറ്റ് നിലകൊള്ളുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുമായിട്ട് എഗ്രി ചെയ്യുന്ന
വേർബ് ആയിരിക്കണം. അതർ പ്ലേസസ് ഇൻ ദ സിറ്റി, പ്ലേസസ് എന്ന് പറയുമ്പോൾ എന്തായാലും പ്ലൂറലാണ്. സോ ഇസ് പോരാ, ആർ വേണം. ഓക്കെ, ലോധി കോളനി ഇൻ ഡൽഹി ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം അതർ പ്ലേസസ് ഇൻ ദ സിറ്റി ദാറ്റ് ആർ ക്രൗഡഡ് ആൻഡ് നോയ്സി. അത് ശ്രദ്ധിക്കുക. റിലേറ്റീവ് പ്രൊണൗണിൻ്റെ കോൺസെപ്റ്റും ആൻറ്റിസിഡൻ്റൊക്കെ പഠിക്കുക. ഷീ ഫൊഗോട്ട് ലോക്ക് ദ ഡോർ വെൻ ഷീ വെൻറ്റ് ഔട്ട് ഇൻ എ ഹറി. വെൻറ്റ് ഔട്ട് ഇൻ എ ഹറി, വെൻറ്റ് ഔട്ട് ഇൻ എ ഹറി. തിടുക്കത്തിൽ പോയി അല്ലേ, തിടുക്കത്തിൽ പോയി എന്ന് പറയുന്നത്. തിടുക്കത്തിൽ പോയപ്പോൾ, ഇറങ്ങിപ്പോയപ്പോൾ ഡോർ ലോക്ക് ചെയ്യാൻ മറന്നു. ഫൊഗോട്ട് പാസ്റ്റ് ടെൻസ് ആണ്, പക്ഷേ അവിടെ ഫൊഗോട്ട് ടു ലോക്ക് ദ ഡോർ ആണ്. ഷീ ഫൊഗോട്ട് ടു ലോക്ക് ദ ഡോർ വെൻ ഷീ വെൻറ്റ് ഔട്ട് ഇൻ എ ഹറി എന്നാ പറയാം. അപ്പോൾ ഒരു 2 മിസ്സായതാണ് അവിടെ. ഓപ്ഷൻ ബി ആണ്. ഈച്ച് ഓഫ് ദ ഗേൾസ് ഹാവ് ഗിവൺ എൻ ഇംപ്രസീവ് ഡാൻസ് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ ഈച്ച്, എവറി, എനിവൺ അല്ലേ, സംവൺ, സംബഡി, എനിബഡി, എവ്രിബഡി, ഇതൊക്കെ എന്താണ്? ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് ആണ്. ഇതൊക്കെ എപ്പോഴും സിംഗിളർ ആയിരിക്കണം, സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈച്ച് ഓഫ് ദ ഗേൾസ് ഹാവ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വേർബാണ്, ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. ഹാവും ഹാസും എപ്പോഴും യൂസ് ചെയ്യുക പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഹാസ് സിംഗിളിൻ്റെ കൂടെയും ഹാവ് പ്ലൂറലിൻ്റെ കൂടെയും. അപ്പോൾ ഈച്ച് സിംഗിൾ ആയതുകൊണ്ട് ഹാവ് അല്ല ഹാസ് വേണം. ഓപ്ഷൻ എ. ഈച്ച് ഓഫ് ദ ഗേൾസ് ഹാസ് ഗിവൺ എൻ ഇംപ്രസീവ് ഡാൻസ് പെർഫോമൻസ്. 16. ദ ഡൂൺ വാലി വിത്ത് ഓൾ ഇറ്റ്സ് ലൈറ്റ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ അറ്റ് നൈറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. ഓക്കെ, അപ്പോൾ വീണ്ടും സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പല വേർഡ്സ് അവർ തരും. ദ ഡൂൺ വാലി വിത്ത് ഓൾ ഇറ്റ്സ് ലൈറ്റ്സ്. ഈ ഇറ്റ്സ് ലൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് വെച്ചിട്ടാണ് നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്നത്. അത് സബ്ജക്റ്റ് ഏതാണ് നമ്മൾ കൺഫ്യൂഷൻ ആക്കുകയാണ്. വിത്ത് ഓൾ ഇറ്റ്സ് ലൈറ്റ്സ് അല്ല, ദ ഡൂൺ വാലി ആണ് സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ അത് സിംഗിളറാണ്. സബ്ജക്റ്റ് ഡൂൺ വാലി, ഒറ്റ വാലിയെക്കുറിച്ചാണ് പറയുന്നത്, സിംഗിളാണ്. സോ ലുക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബാണ്. നമുക്ക് എസ് ഫോം ആണ് വേണ്ടത്, ലുക്സ് അല്ലേ. നമുക്ക് സിമ്പിൾ ഫോമും എസ് ഫോമും പറയാം. സിമ്പിൾ ഫോം തന്നെ എന്താണ്? സിമ്പിൾ ഫോം മീൻസ് അത് പാസ്റ്റ് ടെൻസ്, പ്ലൂറൽ ഫോമാണ്. എസ് ഫോമാണ് സിംഗിൾ എന്ന് പറയുന്നത്. എസ് ഫോം, പ്ലേസ്, ലുക്സ് അല്ലേ, ഈറ്റ്സ്, അതൊക്കെ എസ് ഫോം ആണ്, അത് സിംഗുലർ ഫോമാണ്. അപ്പോൾ ഇവിടെ ലുക്ക് അല്ല ലുക്സ് ആണ് വേണ്ടത്. ലുക്സ് ഇസ് ദ എസ് ഫോം വിച്ച് ഇസ് ദ സിംഗുലർ ഫോം ബിക്കോസ് ഡൂൺ വാലി ഇസ് എ സബ്ജക്ട് ആൻഡ് ഇറ്റ് ഇസ് സിംഗുലർ. സോ ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത്, ദ ജാപ്പനീസ് ആർട്ടിസ്റ്റ് യോ നഗാവോ വാസ് ബിസി സ്പ്ലാഷിംഗ് ദ വാൾ ഫ്രം കളേഴ്സ്. ഓക്കെ, എന്താണ് ജാപ്പനീസ് ആർട്ടിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? വാസ് ബിസി സ്പ്ലാഷിംഗ് ദ വാൾ. സ്പ്ലാഷിംഗ് ദ വാൾ എന്നാൽ വാൾ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് കളേഴ്സ് ഉപയോഗിച്ചിട്ട്. കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് വാൾ സ്പ്ലാഷ് ചെയ്യുകയാണ്, അതിലേക്ക് ഇങ്ങനെ എന്താണ് ഒഴുക്കിയാണ്, അല്ലെങ്കിൽ ഒഴുക്കിയാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്പ്ലാഷിംഗ് ദ വാൾ ഫ്രം കളേഴ്സ് അല്ല, വിത്ത് കളേഴ്സ് വേണം. അവിടെ പ്രപ്പോസിഷൻ്റെ ഒരു വ്യത്യാസമാണ്, ഒരു യൂസേജ് ആണ്. അത് നമ്മൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല, മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിലാക്കാൻ എളുപ്പമാണല്ലേ. ജാപ്പനീസ് ആർട്ടിസ്റ്റ് എന്താണ്? വാസ് ബിസി സ്പ്ലാഷിംഗ് ദ വാൾ വിത്ത് കളേഴ്സ്, ഫ്രം കളേഴ്സ് അല്ല, കളേഴ്സ് ഉപയോഗിച്ച് ആ വാൾ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻ സി, ഫ്രം കളേഴ്സ് അല്ല വിത്ത് കളേഴ്സ്. ഓക്കെ, ഇഫ് സോ മെനി ക്യാച്ചസ് ഹാഡ് നോട്ട് ബീങ് ഡ്രോപ്ഡ് വി കുഡ് ഹാവ് വൺ ദ മാച്ച്. ഓക്കെ, ഇവിടെ ഇഫ് സോ മെനി ക്യാച്ചസ്, ഇവിടെ ഹാഡ് നോട്ട് ബീങ് ഡ്രോപ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആൻസർ അവിടെ തെറ്റാണെന്ന് മനസ്സിലാവും അല്ലേ, അതവിടെ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാവും. അവിടെയാണ്, അതാണ് നമ്മുടെ ആൻസർ അല്ലേ, ഓപ്ഷൻ ബി. അവിടെ മിസ്റ്റേക്കാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ എന്താണ് അവിടെ മിസ്റ്റേക്ക്, എങ്ങനെയാണ് ശരിയാക്കേണ്ടത്? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അത്രയും ഒരുപാട് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമുക്ക് കളി ജയിക്കാമായിരുന്നു അല്ലേ, വി കുഡ് ഹാവ് വൺ ദ മാച്ച്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കളി കഴിഞ്ഞിട്ട് പറയണം, പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അപ്പോൾ ഹാഡാണ് യൂസ് ചെയ്യേണ്ടത് നമുക്കറിയാം. കാരണം എന്താണ്? ഇവിടെ ഹാഡ് യൂസ് ചെയ്യാൻ കാരണം എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എപ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക? പാസ്റ്റിൽ 2 കാര്യങ്ങൾ നടന്നു, 2 കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നിട്ടുണ്ട്. ആ 2 കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ പാസ്റ്റിൽ നടന്ന 2 കാര്യങ്ങളിൽ ആദ്യം സംഭവിച്ച കാര്യം, ഓർഡറിൽ ആദ്യം സംഭവിച്ച കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അല്ലെങ്കിൽ ആദ്യം സംഭവിച്ച കാര്യം ഹാഡ് ഉപയോഗിച്ച് പറയണം. ഇവിടെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റി അതാണ് ആദ്യം നടന്നത്. അതുകൊണ്ട് അവിടെ ഹാഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഹാഡ് നോട്ട് ബീയിങ് വേണ്ട. ബീയിങ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. ഹാഡ് നോട്ട് ബീയിങ് അല്ല, ഹാഡ് നോട്ട് ഡ്രോപ്ഡ് മതി. ഹാഡ് നോട്ട് ഡ്രോപ്പ് അല്ലെങ്കിൽ ഹാഡിൻറ്റ് ഡ്രോപ്ഡ് അല്ലേ. ഹാഡ് ഉപയോഗിക്കണം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. 2 ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റിയിൽ ആദ്യം നടന്ന കാര്യത്തിന് ഹാഡ് ഉപയോഗിച്ചിട്ട് പറയണം. അപ്പോൾ ഹാഡ് നോട്ട് ഡ്രോപ്ഡിൻ്റെ V3 ഫോം ആയിട്ട് വരണം. ഓപ്ഷൻ ബി തന്നെ. അടുത്ത്, മോസ്റ്റ് ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി സോൾവ് എമിക്കബിളി അൺലെസ് വൺ ആർ നോട്ട് റിജക്ട്. അപ്പോൾ മോസ്റ്റ് ഡിസ്പ്യൂട്ട്സ് അല്ലെ, മിക്ക ഡിസ്പ്യൂട്ടുകളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളും ക്യാൻ ബി സോൾവ് എമിക്കബിളി, വളരെ എന്താണ് അതിൻ്റെ രീതിയിൽ എമിക്കബിൾ എന്ന രീതിയിൽ എന്താണ്
രണ്ട് കൂട്ടരും തമ്മിലുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ കോർഡിയൻ റിലേഷൻ എന്നൊക്കെ അർത്ഥം അല്ലേ. എമിക്കബിൾ സെറ്റിൽമെൻറ്റ് എന്ന് പറയും. അപ്പോൾ എമിക്കബിളി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിസ്പ്യൂട്ട്സ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അൺലെസ് എന്താണ്, വൺ ഇസ് അല്ല, വൺ ഇസ് ആണ്. കാരണം വൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിംഗിൾ ആയിട്ട് ആൻസർ ചെയ്യുന്നത് അല്ലേ. വൺ ഇസ് നോട്ട് റിജിഡ് എന്ന് പറയുന്നത്. വൺ ഇസ് ആണ്, വൺ ആർ അല്ല. വൺസ് ആയിരുന്നെങ്കിൽ അവിടെ ആറെന്ന് വന്നേനെ. വൺ ഇസ് ആണ് ഇവിടെ. ഓപ്ഷൻ സി ആണ്. ഇൻ ദ നോർത്തേൺ സബർബ്സ് ഓഫ് ബംഗളൂരു, ഹോം ടു ദ ബൾക്ക് ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി, IT ഇൻഡസ്ട്രി അല്ലേ, ദ വാട്ടർ ക്രൈസിസ് ഇസ് ഈവൻ വേഴ്സ്റ്റ്. അപ്പോൾ ഇസ് ഈവൺ എന്ന് പറയുമ്പോൾ അവിടെ കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുമ്പോഴാണ് ഈവൺ എന്ന് പറയാം. ഇസ് ഈവൺ വേഴ്സ്റ്റ് അല്ല, വേഴ്സ്റ്റ് സൂപ്പർലേറ്റീവ്, നമുക്ക് വേണ്ടത് ഈവൻ്റെ കൂടെ കമ്പാരറ്റീവ് ആണ്. അപ്പോൾ വേഴ്സ്റ്റ് അല്ല, വേഴ്സ് മതി. ഇറ്റ്സ് ഈവൺ വേഴ്സ്, അതിനേക്കാൾ മോശമാണ് എന്നൊരു മണി, ഈവൺ വേഴ്സ്. ഓക്കെ, അപ്പോൾ അത് കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. നമ്മൾ നോർത്തേൺ സബർബ്സ് ഓഫ് ബംഗളൂരുവിനെ മറ്റ് ഒരു സ്ഥലമായിട്ട് കമ്പയർ ചെയ്യാണ്. ഈ നോർത്തേൺ സബർബ്സ് ഓഫ് ബംഗളൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനേക്കാൾ മോശമാണ്. അപ്പോൾ ഈവൺ വേഴ്സ്റ്റ് അല്ല. ഓപ്ഷൻ ബി. ഓക്കെ, ഈ നോർത്തേൺ സബർബ്സ് ഓഫ് ബംഗളൂരു, ഹോം ടു ദ ബൾക്ക് ഓഫ് ദ IT ഇൻഡസ്ട്രി, ദ വാട്ടർ ക്രൈസിസ് ഈസ് ഈവൺ വേഴ്സ്. ഓപ്ഷൻ ബി. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 1 സെറ്റ് 1 ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനിയും ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ബൈ.